അവരവരെ വീട്ടിലുള്ള പ്രായമുള്ള കൂട്ടരെ അവരവർക്ക് നോക്കണം. അത് നമുക്ക് ദൈവം തരുന്നൊരു അവസരമാണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാം അവരവർക്ക് ചെയ്യാം. ദൈവിക സ്നേഹമുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കരുതാനും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനും കഴിയുകയുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മ മരിക്കുന്ന സമയത്തും ഈ അമ്മ ആരോഗ്യവതിയായിട്ട് ഇടിയുണ്ട്. കുറേ എൻ്റെ സുഹൃത്തുക്കളെ അറിയുന്ന ആൾക്കാരും പറഞ്ഞു എനിക്ക് പാമ്പർ ഇട്ട് കൊടുത്തൂടെ. ഞാനത് ചെയ്യില്ല. ഇപ്പം ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അമ്മൻ്റെ കാര്യം കുറച്ച് വിഷമത്തിൽ. ലക്ഷങ്ങൾ ലാഭം കിട്ടുന്ന ബിസിനസ് പോലും ഉപേക്ഷിച്ച് കിടപ്പ് രോഗിയായ ഭാര്യയുടെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ വാത്സല്യത്തോടെ ശുശ്രൂഷിക്കുന്ന ഒരു മരുമകനുണ്ട്, അല്ല മകനുണ്ട് കണ്ണൂരിൽ. മേലേച്ചൂവ സ്വദേശിയായ റോസ് യേശുദാസാണ് സ്വന്തം ജീവിതം ഭാര്യയുടെ അമ്മയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് ബിന്ദു എൻ്റെ ഭാര്യയാണ്. ബിന്ദുവിൻ്റെ അമ്മയാണ് ഈ ഇരിക്കുന്ന ആലീസ് കുട്ടി എന്ന് പറഞ്ഞ ആലീസ് ടീച്ചർ. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയും അമ്മൻ്റെ ജ്യേഷ്ഠത്തിമാരും അവരോടെല്ലാം ഉള്ള സ്നേഹവാത്സല്യം തന്നെയാണ് എനിക്ക് എൻ്റെ ഭാര്യൻ്റെ അമ്മയായ ഈ അമ്മയോടും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ സ്നേഹവാത്സല്യം നമുക്ക് അമ്മേനോടുണ്ടെങ്കിൽ അമ്മ നമ്മളെ ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ഒരു മുൻകാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മനെ പരിചരിക്കേണ്ട കടമ ഓരോ മക്കൾക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇന്നും അമ്മനെ മടുപ്പില്ലാണ്ട് നോക്കുന്നു. പ്രത്യേകിച്ച് ഈ അമ്മക്ക് ഓർമ്മക്കുറവും കൂടി വന്നുകൊണ്ട് ഒരു കൊച്ചു കുട്ടീനോടുള്ള ലാളനയോടെ അമ്മൻ്റെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് ചെയ്യുന്നു. അതിന് ആ ഒരു മനസ്സ് ദൈവം എനിക്ക് തന്നുകൊണ്ട് അതൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഒമാനിലായിരുന്നു, രണ്ടാമത്തെ ജ്യേഷ്ഠൻ ജർമ്മനിയിലായിരുന്നു. അപ്പോൾ മൂന്നാമതൊരു ജ്യേഷ്ഠനുണ്ട്, ആ ജ്യേഷ്ഠൻ ഒമാനിലായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വിചാരിച്ചാൽ എന്നെ എളുപ്പത്തിൽ ഗൾഫിൽ കൊണ്ടുപോകുക. അന്ന് എൻ്റെ ഈ അമ്മയും മൂത്തമ്മമാരെല്ലാം ആരോഗ്യവതികളായിട്ട് ഇടിയിരിക്കുന്ന സമയമാണ്. ഏജ്ഡാണ്, എന്നാലും 65-70 വയസ്സെല്ലാം ഉള്ള കാലഘട്ടമാണ് അന്ന് അവർക്ക്. പക്ഷേങ്കിൽ അവരെ വിട്ടിട്ട് ഒരിടത്തും പോവില്ല എന്ന് ഞാനും എൻ്റെ ട്വിൻ ബ്രദറും തീരുമാനിച്ച്. കാരണം എന്താണ്, ഇവിടെ ഉള്ളത് വയസ്സന്മാരാണ് എല്ലാവരും. അപ്പോൾ അവരിട്ടിട്ട് പോയാൽ നാളെ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ആരുണ്ട് എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടാണ് നമ്മുടെ നാട്ടിലൊരു ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ബിസിനസ് തുടങ്ങാൻ എൻ്റെ മൂത്ത സഹോദരന്മാരെല്ലാം പിന്നെ ഫൈനാൻഷ്യലിയും മെൻ്റലിയും എന്നോട് വളരെ സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ടാണ് നാട്ടിലൊരു ബിസിനസ് തുടങ്ങിയാൽ എന്നും ഇവരെ കൂടെ ഞങ്ങൾ ഉണ്ടാവുമല്ലോ എന്നുള്ള ഇവരെ കരുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിൽ സെറ്റിലായത്. ഇവരെല്ലാം അസുഖമാകുമ്പോൾ എൻ്റെ ബ്രദറാണ് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഞാൻ ഈ എൻ്റെ വീട്ടിലുള്ള ഓരോ മൂത്തമ്മക്കും സുഖമില്ലാണ്ടാകുമ്പോൾ ആ മൂത്തമ്മൻ്റെ കൂടെ നിന്ന് അവരെ പരിചരിക്കും. ആ മൂത്തമ്മക്കും അതാണ് കംഫേർട്ട്, നമ്മൾ കൂടെ ഉണ്ടാകണം. വേറൊരാളുണ്ടാകും. ഇവിടെ ഒരു ഹോം നേഴ്സിനെ ആക്കീന് ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഉടനെ വിളിക്കുക, അതാണ് അവരുടെ ഡ്യൂട്ടി. പിന്നെ അവരെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരെ ശുശ്രൂഷയല്ല, അവരെ എണ്ണയും കുഴമ്പും എല്ലാം തേച്ച് കുളിപ്പിക്കുന്നത് ഞാനാണ്. ഞാൻ തന്നെ കുളിപ്പിക്കണം അവരെ, വേറെ ആളെ ഏൽപ്പിക്കാൻ പറ്റില്ല. അത് ഓരോ നിയമം അങ്ങനെയാണ്. ഈ കൂടെയുള്ള വയസ്സന്മാരെല്ലാം നിയമം അങ്ങനെയാണ്, നീ ചെയ്യണം. അപ്പോൾ എനിക്കത് ചെയ്യാൻ വളരെ സന്തോഷമാണ്. ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആണെങ്കിൽ എനിക്കത് ചെയ്യാൻ കൂടുതൽ സന്തോഷമാണ്. അതുകൊണ്ട് ഇങ്ങനെ എൻ്റെ അമ്മ ഏറ്റവും ഇളയതാണ്. 2012 എൻ്റെ അമ്മ മരിക്കുന്നത്. എൻ്റെ അമ്മ മരിക്കുമ്പോൾ അതുവരെ അമ്മനെ 2012 അമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ബിന്ദു എൻ്റെ കൂടെയുണ്ട് സപ്പോർട്ടിന്. ആ സമയത്ത് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാനും പിന്നെ എൻ്റെ ട്വിൻ ബ്രദറും കൂടിയിട്ടാണ് എല്ലാവരും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ അമ്മ എൻ്റെ അമ്മ കിടപ്പിലായ സമയത്തെ ഈ അമ്മ ഇവിടെ വരലുണ്ട്. ഞാൻ എൻ്റെ അമ്മനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഈ അമ്മ വന്നിട്ട് പറയൂ, നീ മാത്രം ചെയ്താൽ മതിയാ, അല്ല നീയും ബിന്ദുവും ചെയ്താൽ മതിയാ, എനക്കും കൂടണം നിൻ്റെ കൂടെ, എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റൂല, എനക്കും ചെയ്തേ പറ്റും. അപ്പം നമ്മൾ പറയും ഞാനും ബിന്ദുവും ഉണ്ടല്ലോ, അതുകൊണ്ട് അമ്മ ആടെ ഇരിക്ക്, ഞങ്ങൾ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അമ്മ പറയും അത് പറ്റൂല,
ഇനി നീ മാറി നിൽക്ക്, മോളെ കൂടെ നിന്നിട്ട് ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ബലമായിട്ട് മാറ്റി നിർത്തും. എന്നാലും ഞാൻ മാറൂല. പക്ഷേ എൻ്റെ അമ്മയും ബിന്ദുവും കൂടി എൻ്റെ അമ്മനെ പരിചരിച്ചിന്. എൻ്റെ അമ്മനെ പരിചരിക്കാൻ കിടപ്പ് രോഗിയാണ്. മലവും മൂത്രവും എല്ലാം ബെഡിലുണ്ടാവും. അതെല്ലാം ക്ലീനാക്കുന്ന സമയത്ത് ഈ അമ്മ വരിക. അമ്മക്കറിയാം ഇന്ന സമയത്ത് പോയാൽ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഈ അമ്മ ഇവിടെ വരും. അപ്പോൾ അമ്മയും നമ്മളെ കൂടെ കൂടും. ഞാനും ബിന്ദുവും തന്നെ എല്ലാം ചെയ്യൽ. പക്ഷെ അമ്മ വന്നാൽ അമ്മക്കത് ചെയ്യണം. അപ്പോൾ ഈ അമ്മക്ക് ഈ 2011 ഈ അമ്മ ഇവിടെ വന്നത്, 2011. അപ്പോൾ എൻ്റെ അമ്മ മരിക്കുന്ന സമയത്തും ഈ അമ്മ ആരോഗ്യവതിയായിട്ട് ഇവിടെയുണ്ട്. അങ്ങനെ ഈ പിന്നെ 2019 കൊറോണ വന്ന സമയത്ത് അതുവരെ അമ്മക്ക് കുഴപ്പമില്ലാത്ത ആരോഗ്യമുണ്ട്, കൈ പിടിച്ചാലും അമ്മ നടക്കും. അങ്ങനെ 2019 കൊറോണ ബാധിച്ചതിന് ശേഷമാണ് ഈ അമ്മക്ക് തീരെ നടക്കാൻ പറ്റാണ്ടായി. പിന്നെ അമ്മക്ക് പ്രഷറോ ഷുഗറോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷമാണ് അമ്മ ഇങ്ങനെ വീക്കായി വരാൻ തുടങ്ങിയത്. പിന്നെ അമ്മക്ക് ബ്രെയിൻ ചുരുങ്ങുന്ന അവസ്ഥ വന്ന് അതുകൊണ്ട് ഓർമ്മ നഷ്ടപ്പെടലായി. അങ്ങനെയാണ് അമ്മ ഈ അവസ്ഥയിലായത്. എൻ്റെ അമ്മയെ റോസേട്ടൻ ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ. ആരും ഇല്ലെങ്കിലും നമുക്ക് റോസേട്ടനുണ്ടല്ലോ, ആ റോസേട്ടനെ ദൈവം അനുഗ്രഹിക്കും. ആ ഒരു വിചാരമാണ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്, തോന്നലാണുള്ളത്. നമുക്കുള്ളതിനെ നമ്മൾ നന്നായിട്ട് നോക്കുക. നമ്മളുടെ സ്വന്തം അമ്മയാണിത്. അപ്പോൾ ഞാൻ നോക്കുന്നതിനേയും കാട്ടി കൂടുതലായിട്ട് എൻ്റെ അമ്മയെ സ്നേഹിക്കുകയും കരുതുകയും, അത് എപ്പോഴായാലും രാത്രിയായാലും പകലായാലും എപ്പോഴും സ്വന്തം അമ്മയെ നോക്കുന്നത് പോലെയാണ് റോസേട്ടൻ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ജോലിക്ക് പോകാണ്ട് ഇവിടെ നിൽക്കുന്നതിലും എനിക്കതൊരു കുറവായിട്ട് തോന്നുന്നില്ല. കാരണം അത്രയും കെയറിങ്, ശ്രദ്ധ അമ്മക്ക് കിട്ടുന്നുണ്ട്. അമ്മയും അത് ഭയങ്കര ഹാപ്പിയാണ്. അമ്മക്കും ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മോനെ എന്നല്ലാണ്ട് വേറെ ഒന്നും വിളിക്കാറില്ല. പേരൊന്നും നമുക്ക് ആരെയും ഓർമ്മയില്ല. മോനെ മോളെ ഈ 2 പേരെ അമ്മ എപ്പോഴും പറയുകയുള്ളൂ. ആലിസിമൊക്കെ ഇഷ്ടമുള്ളത്. ഇത് കുടിക്കണേ, നല്ല മോളാന്ന്. നല്ല ഇല്ലേ, നല്ല രസമില്ലേ, മോള് കുടിച്ചോ. ഇത് കുടിക്ക്, നല്ല മധുരമുള്ളതാ. ആലിസിമോക്ക് ഇഷ്ടമുള്ളതാണ്. ഇപ്പോൾ അമ്മേൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അമ്മക്ക് ഒന്നും ഓർമ്മയില്ല. ഞങ്ങളാരാന്ന് തന്നെ അമ്മക്കറിയില്ല. ഞങ്ങളോട് തന്നെ ചിലപ്പോൾ ആലീസ് മോളേന്ന് വിളിച്ചാൽ അമ്മ ചോദിക്കും ആരാന്ന് ചോദിക്കും. ഓർമ്മയുണ്ടെങ്കിൽ. എപ്പോൾ ഈ ചോദ്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ എന്ത് ചോദിച്ചാലും അമ്മ ഒന്നും മിണ്ടൂല, ഒന്നും പറയൂല. അമ്മൻ്റെ ഭാഷയിൽ എന്തെല്ലോ പറയും, കൊച്ചുകുട്ടികൾ പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അങ്ങനെയാണെന്നല്ലേ എന്ന് പറയും. അത് അമ്മൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഇതാണ് ഇപ്പോൾ അമ്മൻ്റെ സ്ഥിതി. ഒന്നും ഓർമ്മയില്ല അമ്മക്ക്. സമയത്തിന് വിശന്നാൽ പോലും അമ്മ ഒന്നും ചോദിക്കൂല. ആ സമയമാകുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കും അമ്മക്ക്. അതിനൊരു ടൈമുണ്ട്. അതുകൊണ്ടാണ് എപ്പോൾ ഇവിടെ ഒരാൾ വേണമെന്നുള്ള ഒരു മൈൻഡ് എനിക്ക് വന്നത്. അറിയാണ്ട് മോശം വരും, അറിയാണ്ട് യൂറിൻ വരും. അപ്പോൾ എല്ലാം അമ്മനെ വെച്ച് ഇരുത്തി കഴിഞ്ഞാൽ കുറേ എൻ്റെ സുഹൃത്തുക്കളെ അറിയുന്ന ആൾക്കാരും പറഞ്ഞു എനിക്ക് പാമ്പർ ഇട്ട് കൊടുത്തൂടെ. ഞാനത് ചെയ്യില്ല, ഒരാൾക്കും ചെയ്തിട്ടില്ല ഇവിടെ. കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിൻ്റെ അകത്ത് കെട്ടിക്കിടക്കും, പുറത്തറിയില്ല. അപ്പോൾ അവിടെ ഇൻഫെക്ഷൻ ആവും. അതെല്ലാം നമ്മളെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് വേണ്ട, തുണിയാകുമ്പോൾ നനയും, സ്മെല്ലുണ്ടാവും, അറിയും, അപ്പം പോയി കഴുകി വൃത്തിയാക്കാം. ഇങ്ങനെ മനസ്സുണ്ടാകാനുള്ള കാരണമോ അത് എൻ്റെ അമ്മയാന്ന് പറയാം. കാരണം ഞങ്ങൾ ഇരട്ടക്കുട്ടികളാണെന്ന് പറഞ്ഞല്ലോ, ട്വിൻസാണ്. അപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ലീവുള്ള ദിവസങ്ങൾ എന്നെയും ജോയിനെയും കൂട്ടിയിട്ട് പ്രായമുള്ള ആൾക്കാരെ വീട്ടിൽ പോകും. അന്ന് ഞാനൊരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. എന്നിട്ട് അവിടെ എത്തുമ്പോൾ നമുക്കറിയാം അമ്മച്ചി നമ്മളെ ഇതിനാ കൂട്ടിയിട്ട് വന്നതല്ലേ. എന്നിട്ട് എന്താ ചെയ്യുക, നമ്മളെ കയ്യിൽ എണ്ണയും ഇതെല്ലാം തേച്ച് തന്നിട്ട് പറയും മോനെ തടയി കൊടുക്കുക എന്ന് പറയും. പ്രായമുള്ളവർക്ക് ചിലപ്പോൾ അവർക്ക് കാലിനായിരിക്കൂ, ചിലപ്പോൾ അവർക്ക് നടുവിനായിരിക്കൂ. അപ്പോൾ ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിച്ചിനി. അപ്പോൾ അന്നൊരു വിശ്വാസമുണ്ട്, ഇരട്ടക്കുട്ടികൾ തടയുക സുഖം പ്രാപിക്കുന്നു. അപ്പോൾ ആ ശീലം നമുക്ക് ഇന്നൊരു എന്താ പറയുക, ആ ശീലങ്ങളാണ് നമ്മളെ ആ ചെറുപ്പത്തിലെ പഠിപ്പിച്ച ശീലങ്ങളാണ് നമുക്ക് ഇന്നൊരു കരുത്തായത് അമ്മനെ നോക്കാൻ. റോസേട്ടൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു സ്വാർത്ഥതയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും പ്രായമുള്ളവർ, നമ്മളുടെ അത് ബന്ധുവായാലും ശരി, ഇനി നമ്മളുടെ ആരും അല്ലെങ്കിലും അവരോടുള്ള ഒരു പ്രത്യേക സ്നേഹവും കരുതലുമാണ്
ഞാൻ വിവാഹം കഴിച്ച അന്ന് മുതൽ ഇന്ന് വരെയും കണ്ടിട്ടുള്ളത്. അത് വളരെ നല്ലൊരു സ്വഭാവ ഗുണമായിട്ട് ഞാൻ കാണുന്നു. ദൈവിക സ്നേഹമുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കരുതാനും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനും കഴിയുകയുള്ളൂ. അത് ഞാൻ ഏറ്റവും ദൈവത്തിന് നന്ദി പറയുന്നു, ഇങ്ങനെയുള്ള നല്ലൊരു ഭർത്താവിനെ ദൈവം എനിക്ക് തന്നതിനായിട്ട്. ബിന്ദു രാവിലെ 3:30 മണിക്ക് എണീക്കും. 3:30 മണിക്ക് എണീച്ചിട്ട് എന്താന്ന് ഓളെ ജോലി എന്ന് വെച്ചാൽ രാവിലത്തെയും പിന്നെ ഉച്ചക്കത്തെയും ഫുഡ് ഉണ്ടാക്കി വെക്കും ഇവിടെ, അമ്മൻ്റെയും എൻ്റെയും. അപ്പോൾ അമ്മക്ക് നമ്മൾ ആവിയിൽ വേവിച്ച ഫുഡാണ് കൊടുക്കൽ, പുട്ടോ ഇഡലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് വേഗം ദഹിക്കുമല്ലോ ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ. അത് അമ്മക്ക് ഇഷ്ടമാണ്. അമ്മ മധുരമുള്ളത് കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. ഇപ്പോൾ അമ്മക്ക് മധുരം ഇഷ്ടമാണ്, കാരണം അമ്മക്ക് ഷുഗർ ഇല്ല. അതുകൊണ്ട് അമ്മ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ മധുരമുള്ളതെല്ലാം അമ്മക്ക് കൊടുക്കും. അമ്മക്ക് എന്തെല്ലാം ഇഷ്ടമെന്ന് നമുക്കറിയാം. അമ്മ ആരോഗ്യമുള്ള സമയത്ത് അമ്മക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അറിയാം. അതിപ്പോൾ അമ്മക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 6 മണി അങ്ങനെ പിന്നെ ഞാൻ എണീച്ചിട്ട് പിന്നെ എൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നേരെ നമ്മൾ രണ്ടാളും ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഒരു 6:30-7 മണി അങ്ങനെ ഞാനും ബിന്ദുവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ അപ്പോഴത്തേക്ക് ബിന്ദു അമ്മൻ്റെ കുളിക്കാനുള്ള ചൂടുവെള്ളം റെഡിയാക്കിയിട്ടുണ്ടാവും. ആ ചൂടുവെള്ളം എടുത്ത് അമ്മൻ്റെ അടുത്ത് പോയി അമ്മനെ തലയിൽ എണ്ണയിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിക്കും. അമ്മൻ്റെ കുളിയെല്ലാം കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ അങ്ങനെ കഴിയും. അങ്ങനെ ഒരു 7:30-8 മണിക്കുള്ളിൽ അമ്മനെ ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തും. ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ അമ്മക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കല പിന്നെ എൻ്റെ ജോലി. വെരി ഗുഡ്. നല്ലുണ്ടാ, മധുരമുണ്ടാ? ആലിസുമോക്ക് ഇഷ്ടമല്ലേ പഴം? ആലിസുമോളെ ഇതാ ആക്ക് ആക്ക്. പിന്നെ ബിന്ദുവിൻ്റെ ജോലി എന്താ? അമ്മൻ്റെ ടോയ്ലറ്റ്, അമ്മൻ്റെ ബെഡ്, റൂം എല്ലാം ക്ലീൻ ആക്കൽ, കഴുകി വൃത്തിയാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് ഇവൾ അമ്മൻ്റെ മൂത്രത്തുണി ഉണ്ടാവും, അമ്മൻ്റെ മോഷൻ വന്ന തുണി ഉണ്ടാവും. ഇതെല്ലാം അലക്കുന്ന ബിന്ദുവാണ്. അമ്മൻ്റെ മാത്രമല്ല നമ്മളതും എല്ലാവരുതും ബിന്ദു അലക്കി എല്ലാം അവിടെ ബക്കറ്റിലാക്കി വെക്കും. അപ്പോൾ ഞാൻ അമ്മൻ്റെ ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞ് അമ്മക്ക് കുടിക്കാനും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡ്യൂട്ടി ഈ തുണിയെല്ലാം കൊണ്ടേ ആറിയിടല്ല മുകളിൽ. ആറിയിട്ട് വരുമ്പോഴത്തേക്ക് ബിന്ദുവിന് സ്കൂൾ പോകേണ്ട ടൈമായി. അമ്മ ഇവിടെ ഉണ്ടല്ലോ, ബിന്ദു അന്നേരം സ്കൂളിലേക്ക് പോകും. ഞാൻ അമ്മൻ്റെ കൂടെ ഇരിക്കും ബിന്ദു വരുന്നവരെ. ഉച്ച സമയം അല്ല, അതിലിടക്ക് 11 മണിയായി അമ്മക്ക് കുടിക്കാൻ കൊടുക്കൂ. എന്നിട്ട് അമ്മനെ കൊണ്ടുപോയി കിടത്തു. പിന്നെ 1 മണിയാകുമ്പോൾ അമ്മനെ എണീപ്പിക്കും. എണീച്ച് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അമ്മക്ക് ലഞ്ച് കൊടുക്കും. ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ ഇവിടെ ഇരുത്തും അമ്മനെ. എന്നിട്ട് ഞാൻ പോയിട്ട് ലഞ്ച് കഴിക്കും. അതിന് ശേഷം അമ്മനെ വീണ്ടും കൊണ്ടുപോയി കിടത്തും. പിന്നെ വൈകിട്ടാണെങ്കിൽ ബിന്ദു വരുന്നതിന് ബിന്ദു 4:30 ആകുമ്പോൾ എത്തും. 4:30 എത്തിക്കഴിഞ്ഞാൽ അമ്മനെ എണീച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തി പിന്നെ അമ്മക്ക് ഞാൻ കുടിക്കാൻ കൊടുക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനും ബിന്ദുവും കൂടിയിട്ട് ചെയ്യും. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നത്. അപ്പം നമ്മൾ അച്ഛനെയും അമ്മനെയും നല്ലതുപോലെ നോക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്കും പ്രായമാകുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ നോക്കാനായിട്ട് ഉണ്ടാവുകയുള്ളൂ. ആ ഒരു അറിവാണ് എനിക്കുള്ളത്. അമ്മായിയമ്മയായാലും അമ്മായിയച്ഛനാണ് ആണെങ്കിലും അത് അച്ഛനും അമ്മയുമാണ് അല്ലേ? അപ്പോൾ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് ഈ അമ്മ അല്ലേ? അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മക്കുള്ള അതേ സ്ഥാനം ഈ അമ്മക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ജോലിക്ക് പോവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അമ്മൻ്റെ കാര്യം കുറച്ച് വിഷമത്തിലാവും. കാരണം നമ്മൾ നോക്കുന്ന പോലെ പുറത്തുനിന്ന് ആര് വന്നാലും നോക്കാൻ പറ്റൂല, അതൊരു സത്യമാണ്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിനെ ആക്കിയിട്ട് വേറൊരു ജോലിക്ക് പോകാം അല്ലേ? പക്ഷേങ്കിൽ ആ ഹോം നേഴ്സിൻ്റെ മനസ്സിലെന്താ, വരുന്ന ഹോം നേഴ്സിൻ്റെ മനസ്സിലെന്താണ്? അവരെ സാലറിയാണ് അവർക്ക് അല്ലേ? അവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഒരു ഹോം നേഴ്സിൻ്റെ ജോലി വരുന്നത്. എല്ലാവരും നോക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ പല സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ? പല പ്രശ്നങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാനുള്ള ധൈര്യവും ശക്തിയും ദൈവം തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അമ്മനെ പൊന്നുപോലെ നോക്കാമല്ലോ. പണ്ട് ഈ അമ്മ എന്നെ മോനെ എന്നല്ലാണ്ട് എടാന്നുള്ള വാക്ക് ഉപയോഗിക്കലില്ല. അപ്പോൾ ആ അമ്മക്ക് തിരിച്ച് കൊടുക്കാം. ഇപ്പം ബോധമില്ലെങ്കിലും ഞാൻ അമ്മനെ ആലീസും മോളെ എന്ന് വിളിച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുമ്പോൾ, കുടിക്കാൻ കൊടുക്കുമ്പോൾ,
വെറുതെ ഇരിക്കുമ്പോൾ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ എല്ലാം എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നുള്ളൂ. കാരണം നമുക്ക് മക്കളില്ല. അപ്പോൾ നമുക്ക് മിണ്ടാനും പറയാനുള്ള ഒരു കൊച്ചു മോളെ ദൈവം തന്ന്. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ആ മോളെ എന്നുള്ള വിളിയിൽ ഞാൻ കാണുന്നു. മക്കളില്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ കുറേ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം ഈ അമ്മ കുറച്ച് ആരോഗ്യവതിയായിട്ടെല്ലാം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പിന്നെ ട്രീറ്റ്മെൻറ്റിന് ദൂര സ്ഥലത്തെല്ലാം പോകുന്ന സമയത്തും നമ്മൾ ഇവിടെ ഒരാളെ ആക്കിയിട്ട് നമ്മൾ പോവുക. എന്നിട്ട് അന്ന് തന്നെ നമ്മൾ തിരിച്ചെത്തുന്ന രീതിയിലാണ് പോയിട്ട് വരിക. അപ്പോൾ അന്ന് അമ്മ ആരോഗ്യവതിയായ സമയത്താണ്. പക്ഷേ ഇപ്പോൾ അമ്മൻ്റെ കാര്യങ്ങൾ നോക്കിയേ മതിയാവും. അത് മക്കളെ കാര്യത്തിനേക്കാളും അതിന് മുൻഗണന കൊടുക്കേണ്ടത് നമ്മളെ മുമ്പിലുള്ള അമ്മ എന്നുള്ള ഒരു സ്നേഹം, ആ വാത്സല്യം, അതാണ് ഞാൻ പറഞ്ഞത്, സ്നേഹവും വാത്സല്യവും അത് ഉണ്ടെങ്കിൽ നമുക്ക് അമ്മ എന്നുള്ള ആ വാക്കിൻ്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ആലീസ് മോളെ, ആലീസുട്ടി, ആലീസ് മോളെ കിസ് തരട്ടെ? ഇങ്ങനെയാണ് അമ്മ. കുറച്ചിങ്ങനെ മിണ്ടി പറഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങ് കണ്ണടച്ചിട്ട്. പിന്നെ അമ്മക്ക് മുമ്പേ പാട്ടിനോടെല്ലാം ക്രിസ്ത്യൻ സോങ്സിനോടെല്ലാം വലിയ ഇഷ്ടമാണ്. എൻ്റെ അമ്മ ഉള്ള കാലത്തെ ഒരു ദിവസം പോലും സന്ധ്യാപ്രാർത്ഥന മുടക്കാറില്ല. അപ്പോൾ ആ ഒരു ശീലം നമുക്കുണ്ട്. അത് ഇപ്പോഴും ഈ അമ്മൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഞാനും ബിന്ദുവും എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന കഴിക്കാറുണ്ട്, പാട്ട് പാടാറുണ്ട്. അമ്മക്ക് പാട്ട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ അമ്മേൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് സന്ധ്യാപ്രാർത്ഥനയിൽ പാട്ട് പാടുക. അമ്മ എന്ന വാക്കിന് സ്വന്തം ജീവിതം കൊണ്ട് റോസ് നൽകുന്ന അർത്ഥങ്ങൾ വലുതാണ്. എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.